കൊല്ലം കരുനാഗപ്പള്ളി CPIM കുലശേഖരപുരം ലോക്കൽ സമ്മേളനങ്ങളിലെ തെരുവിൽ തല്ലാണ്. അതൊരു CPIMനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഇത്തരം സംഭവങ്ങൾ അങ്ങനെ ഉണ്ടാവാറില്ല. ഇന്നലെ സംഭവിച്ചത് ഒരു ലോക്കൽ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിയ സംസ്ഥാന നേതാക്കളെ അവിടെ പൂട്ടിയിടുന്നു. അതിനുശേഷം കുറെ കഴിഞ്ഞ് വലിയ വിവാദമാവുമ്പോൾ അവരെ പുറത്തുവിടുമ്പോൾ അവരെ കൂക്കി വിളിക്കുന്നു. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആ പാർട്ടിയിൽ ഉണ്ടാവില്ല. കാരണം കൃത്യമായ ഒരു കേഡർ സ്വഭാവമുള്ള അച്ചടക്കമുള്ള ആ രീതിയിൽ പോകുന്ന ഒരു പാർട്ടിയാണ്. പക്ഷെ എന്താണ് ഇന്നലെ കരുനാഗപ്പള്ളിയിൽ സംഭവിച്ചത് എന്നുള്ളതാണ് വിവാദമായിരിക്കുന്നത്. എന്തായാലും സംസ്ഥാന നേതൃത്വത്തിന് ഈ സംഭവങ്ങളിലെല്ലാം കടുത്ത അതൃപ്തിയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതെ, അരുൺരാജ് ആണ് കൊല്ലത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺരാജ്, ഗുഡ് മോർണിംഗ്. ഇന്നലത്തെ ഈ ഒരു സംഭവത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് പോലും ഇക്കാര്യത്തിൽ ഒരു പരിഹാരം കണ്ടെത്താനായില്ല എന്ന് പറയുന്നു. ഒപ്പം തന്നെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ 24 മാധ്യമ സംഘത്തിന് നേരെയും കയ്യേറ്റം ഉണ്ടായിട്ടുണ്ട്. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഇന്ന് സംഭവിക്കാനിടയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതോടൊപ്പം ഒരുപക്ഷെ ഈ വാർത്തയെക്കുറിച്ച് അറിയാത്ത പ്രേക്ഷകർ കൂടി എന്താണ് യഥാർത്ഥത്തിൽ ഇന്നലെ സംഭവിച്ചതെന്ന് കൂടി പെട്ടെന്ന് പറയൂ അരുൺ. ഗുഡ് മോർണിംഗ് പ്രജിൻ, ക്രിസ്റ്റീന. ഇന്നലെ വൈകുന്നേരം 4 മണിക്കാണ് ഈ കുലശേഖരം ലോക്കൽ സമ്മേളനം നടക്കുന്നത്. ഈ ലോക്കൽ സമ്മേളനം നടക്കുന്ന ആദ്യഘട്ടത്തിൽ ഏരിയ കമ്മിറ്റി പ്രതിനിധികളെയും ജില്ലാ കമ്മിറ്റി പ്രതിനിധികളെയും സംസ്ഥാന നേതാക്കൾ പ്രത്യേകമായി വിളിച്ച് യോഗം ചേർന്നു. ഇതിനുശേഷം അവർ ഒരു പാനൽ മുന്നോട്ട് കൊണ്ടുവന്ന് ലോക്കൽ സമ്മേളനത്തിൽ അവതരിപ്പിക്കുകയാണ്. ഇതാണ് സംഘർഷങ്ങൾക്ക് തുടക്കമായത്. നേരത്തെ പലതവണ നിർത്തിവെച്ച ലോക്കൽ സമ്മേളനമാണ്. ഈ സമ്മേളനം വീണ്ടും സംസ്ഥാന നേതൃത്വം ഇടപെട്ടാണ് ഇന്നലെ നടത്താൻ തീരുമാനിച്ചത്. പക്ഷേ ഈ ലോക്കൽ സെക്രട്ടറി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള കലഹം പ്രവർത്തകർ തന്നെ മുന്നോട്ട് വെക്കുകയായിരുന്നു. കാരണം അവർ പറയുന്നത് സ്ത്രീ വിഷയങ്ങളിൽ ആരോപണ വിധേയനായി നിൽക്കുന്ന ഒരാളെ ലോക്കൽ സെക്രട്ടറിയായി മുന്നോട്ട് കൊണ്ടുവരാൻ ഒരു ഘട്ടത്തിലും അനുവദിക്കില്ല എന്നുള്ളതാണ്. ഒടുവിൽ ഇത് സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് വന്ന 2 പ്രതിനിധികൾ, അത് കെ സോമപ്രസാദും അതുപോലെ തന്നെ കെ രാജഗോപാലും, ഇത് അംഗീകരിക്കാതെ വന്നതോടെയാണ് ഈ ഇരു നേതാക്കളെയും ഈ റൂമിനുള്ളിൽ, ഈ സമ്മേളന ഹാളിനുള്ള റൂമിനുള്ളിൽ പ്രവർത്തകർ പൂട്ടിയിട്ടത്. ഈ പ്രവർത്തകർ പൂട്ടിയിട്ടതോടെ വലിയ സംഘർഷത്തിലേക്ക് അടക്കം കാര്യങ്ങൾ പോയി. പുറത്തുനിന്ന് കൂടുതൽ പ്രവർത്തകർ സംഘടിച്ചെത്തി വേറെ ആരും അകത്തേക്ക് കടക്കാതിരിക്കാനുള്ള ശ്രമം തുടങ്ങി. അങ്ങനെ തമ്മിൽ തല്ലുകയാണ് ഉണ്ടായത്. ഒടുവിൽ പുറത്തുനിന്ന് കല്ലെത്തിച്ചുകൊണ്ടാണ് ഈ പൂട്ടടിച്ചു പൊളിച്ച് നേതാക്കളെ പുറത്തെത്തിച്ചത്. അപ്പോഴും പക്ഷേ നേതാക്കൾക്ക് പുറത്തേക്ക് പോകാൻ സ്വന്തം വാഹനം ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. ഈ പ്രവർത്തകരുടെ അടക്കം സഹായത്തോടെ നടന്ന് 100 മീറ്ററിലപ്പുറം പോയി മറ്റ് സ്വകാര്യ വാഹനങ്ങളിൽ കയറിയാണ് ഈ നേതാക്കൾ ഒടുവിൽ വീട്ടിലേക്കടക്കം യാത്രയായത്. ഈ സംഭവം തുടങ്ങുന്നത് കഴിഞ്ഞ കുറേയധികം നാളുകളായി കുലശേഖരപുരം കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി കീഴിലെ കുറേയധികം ലോക്കൽ സമ്മേളനങ്ങൾ സംഘർഷഭരിതമാണ്. എങ്ങനെയാണ് CPIMന്റെ ലോക്കൽ സമ്മേളനം ഇത്ര കെട്ടഴിച്ചു വിട്ട അവസ്ഥയിൽ അല്ലെങ്കിൽ ഇത്തരം സംഘർഷത്തിലേക്ക് പോയതെന്ന ചോദ്യം ഇപ്പോഴും നിൽക്കുന്നുണ്ട്. കാരണം അച്ചടക്കം അതിന്റെ പരമ പാരമ്പര്യത്തിൽ അല്ലെങ്കിൽ പ്രധാനമായി കാണുന്ന സ്കെയിൽ വെച്ച് അളന്നു നോക്കുന്ന ഓരോ മിനിറ്റിലും അതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തുന്ന ഒരു കേഡർ സംവിധാനമുള്ള പാർട്ടിയിലാണ് ഇത്തരം തെരുവ് യുദ്ധം ഉണ്ടാകുന്നത്. ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് അവരുടെ പ്രതിഷേധം അമർഷമടക്കം രേഖപ്പെടുത്തുന്ന കാഴ്ചയെ നമ്മൾ ഇന്നലെ കണ്ടതാണ്. എന്തായാലും വിഷയത്തിൽ സംസ്ഥാന നേതൃത്വം അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. കാരണം ഈ വിഷയത്തിൽ അടിയന്തര നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കുന്നത്. ഇന്ന് മറ്റ് തുടർചലനങ്ങൾ കരുനാഗപ്പള്ളിയിൽ ഉണ്ടാകും എന്നുള്ള സൂചന കൂടി പുറത്തേക്ക് വരുന്നു. ആലപ്പാട് ലോക്കൽ സമ്മേളനത്തിലും സമാനമായ സ്ഥിതി ഉണ്ടായി എന്നുള്ളത് ഏറെ വൈകിയാണ് ഇന്നലെ പുറത്തേക്ക് വരുന്ന വാർത്ത. സംസ്ഥാന കമ്മിറ്റി അംഗം കെ വരദരാജനും അതേപോലെ തന്നെ ജെ മേഴ്സിക്കുട്ടിയമ്മയ്ക്കുമെതിരെ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധം ആലപ്പാട് നോർത്ത് ലോക്കൽ സമ്മേളനത്തിലും ഉണ്ടായി എന്നുള്ള വിവരം കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കരുനാഗപ്പള്ളിയിലെ CPIM കലുഷിതമായ അവസ്ഥയിലേക്ക് മുന്നോട്ട് പോകുന്നു. ഇന്ന് ഒരു വിഭാഗം പ്രവർത്തകർ സംഘടിച്ചെത്തി നേതാക്കളെ വഴിയിൽ തടയാനുള്ള പദ്ധതികളടക്കം തീരുമാനിച്ചിട്ടുണ്ട് എന്ന സൂചന കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കരുനാഗപ്പള്ളിയിലെ അടുത്ത വരുന്ന മണിക്കൂറുകൾ CPIMനെ സംബന്ധിച്ച് ചെറുതല്ലാത്ത തലവേദന സൃഷ്ടിക്കാൻ പോകുന്നതാണ്. ശരി, അരുൺരാജാണ് കൊല്ലത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.